വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഈ ഒരു തിരുവചന ഭാഗം അന്വർത്ഥമാകുന്ന രീതിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വൈദികനാണ് ഇന്ന് ചോസണിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. തലശ്ശേരി അതിരൂപതയിലെ ചൂരപ്പടവ് മാർസ്ലീവ ദേവാലയത്തിലെ വികാരിയച്ഛനായ ഫാദർ എയ്ഷൽ ആനക്കല്ലിലച്ഛനാണ് ഇന്ന് നമ്മളോടുകൂടെ ചോസൺ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനന സമയം മുതൽ ദൈവം നടത്തിയ ഇടപെടലുകളും ഒപ്പം അദ്ദേഹത്തിന് ലഭിച്ച ആ ദൈവവിളിയെക്കുറിച്ചുമെല്ലാം ഇന്ന് ചോസണിൽ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ചോസൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അത്തരത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വൈദികനാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. ഒരു യുവ വൈദികൻ ഫാദർ എയ്ഷൽ ആനക്കല്ലിൽ. അച്ഛാ, ഈശോമിശിഹായ്ക്ക് അപ്പം സ്വാഗതം. അച്ഛാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനെ തന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് എയ്ഷൽ ആനക്കല്ലിൽ നിന്നാണ്. ജോസഫ് ആനക്കല്ലിൽ നിന്ന് പൊതുവെ ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്നു. ഞാനിപ്പോൾ ചൂരപ്പടവ് എന്ന് പറയുന്ന ഒരു പള്ളി, തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിൽപ്പെട്ടൊരു പള്ളിയാണ് ചൂരപ്പടവ് ഇടവക. 82 വീട്ടുകാർ മാത്രമുള്ള ഒരു കൊച്ചു ഇടവകയാണ്. എൻ്റെ സ്വന്തം വീട് ഇരിട്ടി അടുത്ത് വെളിമാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് എൻ്റെ ഇടവക. എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പച്ചനും അമ്മയും എനിക്കൊരു അനിയത്തിയുമാണ് ഉള്ളത്. ഞങ്ങൾ 4 പേരടങ്ങുന്ന കൊച്ചു കുടുംബം. അനിയത്തി അവളുടെ കല്യാണം കഴിഞ്ഞു. പൈസക്കരിയിലാണ് അവളെ കെട്ടിച്ചേക്കുന്നത്. മനു എന്നാണ് എൻ്റെ പേര്, അളിയൻ്റെ പേര്. അവർ 2 പേരും ഇപ്പോൾ ദുബായിൽ അവരിപ്പോൾ സെറ്റിൽഡാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛന് വൈദികനായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വൈദികനായിട്ട് ഞാൻ 5 വർഷം കഴിഞ്ഞു. 2020 ഞങ്ങളുടെ കൊറോണ ബാച്ചായിരുന്നു. അതായത് കൊറോണയുടെ സമയത്തായിരുന്നു ഞങ്ങളുടെ പട്ടമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 5 വർഷമായി, 5 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നതേ. 1 വർഷം പട വന്നിട്ട് വികാരിയായിട്ട് വികാരിയായിട്ട് ഇപ്പം 3ാമത്തെ പള്ളിയാണ്. 3ാമത്തെ പള്ളിയാണ് വികാരിയായിട്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ ആ ഒരു ദൈവവിളി, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആ ദൈവവിളി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? തീർച്ചയായിട്ടും ആ ഒരു ജീവിതത്തിൽ ഒത്തിരി സന്തോഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ജീവിതാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ 4ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അതുർബാന കഴിഞ്ഞ് കുർബാനയ്ക്ക് കൂടിയ സമയം മുതൽ എപ്പോഴാണോ ദേവാലയവുമായി ആൾക്കാരെയുമായി വൈദികരോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ മനസ്സിലുണ്ടായ ചെറിയൊരു ആഗ്രഹമാണ് ഇന്ന് ഈ അവസ്ഥ വന്ന് നിൽക്കുക. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ അപ്പനും അമ്മയായിരിക്കും എന്നെ പള്ളിയിൽ വിടാൻ വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും തണുപ്പത്തും മടി പിടിച്ചും രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തൊക്കെ സാഹചര്യം കിടന്നപ്പോഴും ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചു പോലും എന്നെ പള്ളി വിട്ടിട്ടുണ്ട് അച്ഛനപ്പോൾ. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മനസ്സിൽ ഈ ഒരു ആഗ്രഹം കൂടുതലായിട്ട് തോന്നുകയും അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു സംശയവും കൂടാതെ സെമിനാരി പോകാനും ഇടയായത് ആ ഒരു സാഹചര്യം കൊണ്ടാണ്. കാരണം അച്ഛന്മാരോടും പള്ളിയോടും എപ്പോഴും പള്ളിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിപ്പോകാനും എപ്പോഴും ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ 4ാം ക്ലാസ് മുതൽ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല? മുടങ്ങിയിട്ട് ചില ദിവസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പരമാവധി പള്ളിയിൽ പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു.
10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ആണല്ലോ സെമിനാരിയിലേക്ക് പോകുന്നത്. അതെ അതെ. ആ ഒരു തീരുമാനം സ്വയം തന്നെ എടുത്തതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രചോദനമൊക്കെ ഉണ്ടായിരുന്നോ? പ്രചോദനം മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ അച്ഛനാണ് തലശ്ശേരി അതിരൂപത തന്നെ ഇപ്പോൾ കിളിയന്തര എന്ന് പറയുന്ന പള്ളിയിലെ വികാരി അച്ഛനാണ്. സിബി ആനക്കല്ലിലാണ് വിളിക്കുക. എൻ്റെ പാപ്പനാണ്. അതുപോലെ എനിക്കൊരു പേരപ്പനും ഉണ്ട്, ഒരു ജെയിംസ് ആനക്കല്ലിൽ അച്ഛന്മാർ. തീർച്ചയായിട്ടും അവരുടെ വലിയ പ്രോത്സാഹനവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ട്. എന്നാലും എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മയാണ്. കാരണം ഞാൻ ഒറ്റ മോനാണല്ലോ, വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെ സെമിനാരിൽ പോയാൽ അപ്പനെ അമ്മയെ ആരും നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. തീർച്ചയായിട്ടും വന്നിരുന്നു. എല്ലാവരും അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരിക്കലും അവനെ സെമിനാരി വിടണ്ട, അതുപോലെ നിർബന്ധമാണ്, +2 കഴിഞ്ഞ് വിട്ടാൽ മതി, അപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രായം പക്വതയൊക്കെ ആവുമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് എൻ്റെ ആഗ്രഹം എനിക്ക് 10 കഴിഞ്ഞ് തന്നെ പോകണമെന്ന് തന്നെയായിരുന്നു. വീട്ടുകാരും ഒന്നും പറഞ്ഞില്ല. അവർ ഇത്രേ പറഞ്ഞുള്ളൂ, ഒരു വിശുദ്ധനായ വൈദികനാവാൻ വേണ്ടിയാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ നീ പൊക്കോ, അല്ലാതെ പോയിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാനാണ് നീ പോകണ്ട. അപ്പോൾ അതുകൊണ്ട് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. ഇന്നും എനിക്ക് അവർ തന്നെ വലിയ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെയുണ്ട്. അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ദൈവവിളിയിലേക്ക് പോവാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ പോവാം, +2 കഴിഞ്ഞ് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടുകാരും കൂടി എതിർ നിന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും സംശയിച്ചേനെ, എന്നാൽ പിന്നെ ഇപ്പോൾ പോകണമെന്ന് ചിന്തിച്ചേനെ. പക്ഷേ അവർ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ധൈര്യമായിട്ട് പോയത്. തീർച്ചയായിട്ടും അവരായിരിക്കും കുറച്ചും കൂടി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മകളും ഒരു മകനും ഉള്ളൂ. കുടുംബത്തേക്ക് പിന്നെ ഒരു മകൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മോളിപ്പോൾ കെട്ടിപ്പോവാം. അപ്പോൾ അത്തരത്തിൽ എതിർക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു സെക്കൻഡ് ഒരു ചോദ്യം ചോദിക്കേണ്ടത് പാരൻസ് ആണ്. തീർച്ചയായിട്ടും അവർ അത് ചോദിച്ചില്ല. അനീതി എങ്ങനെയായിരുന്നു? അനിയത്തി അവൾക്ക് പ്രത്യേകിച്ച് എതിരെ പറയാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് ഇഷ്ടമുള്ളതുപോലെ ചേട്ടായി ചെയ്തോട്ടെ എന്നായിരുന്നു അവൾ. ഞാൻ പോകുമ്പോൾ അവൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് ചെറിയ കൊച്ചാണല്ലോ. തീർച്ചയായിട്ടും അവൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും വീട്ടുകാരുടെ ഇഷ്ടവും എൻ്റെ ഇഷ്ടമൊക്കെ ആയിരുന്നു അവൾക്കും. അവളെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, സപ്പോർട്ടായിട്ട്. ജീവിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതമായി തന്നെയാണ് യേശുലച്ചൻ ഇന്ന് നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നത്. കാരണം ജനിച്ച ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ വലിയൊരു കരം അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു, വലിയൊരു ഇടപെടലുണ്ടായിരുന്നു, വലിയൊരു അത്ഭുതം അച്ഛൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എന്തായാലും അച്ഛൻ ആ ഒരു ദൈവം പ്രവർത്തിച്ച ആ അത്ഭുതം അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, എന്നെ വിളിക്കുന്ന പേര് ഏഷ്യൽ എന്നാണ് ഞാൻ പറഞ്ഞു. ഈ പേരിടാനും ഒക്കെയുള്ള അത് കാരണവും ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഏഷ്യൽ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ഡിയർ ടു ഗോഡ് എന്നാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവനെന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പേര് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ എല്ലാവരോടും പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായപ്പോൾ, ഞാൻ 93 ഡിസംബർ മാസം 27-ാം തീയതിയാണ് ഞാൻ ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ടായ പാടെ ഡോക്ടർമാർ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് പാല് കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടി ഒന്നും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. എന്ത് കഴിച്ചാലും അത് വായിലൂടെ മൂക്കിക്കൂടെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വലിയൊരവസ്ഥ. അതെന്നതാണെന്ന് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഒന്നും കുടിക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല, മുലപ്പാൽ കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവർക്കൊന്നും തിരിയുന്നില്ല. ഞാനിവിടെ തലശ്ശേരി കൂത്തുപറമ്പ് അടുത്തുള്ള നമ്മുടെ SHS സിസ്റ്റേഴ്സിൻ്റെ ഒരു തൊക്കിലങ്ങാടി ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള ടെസ്സി ഡോക്ടറാണ് എന്നെ എടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ എടുത്ത ശേഷം ഡോക്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ അന്ന് മംഗലാപുരത്തുള്ളൊരു യൂണിറ്റി ഹോസ്പിറ്റൽ, അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് യൂണിറ്റി ഹോസ്പിറ്റൽ, അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അപ്പച്ചനും അമ്മയും കൂടെ എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വിദഗ്ധരായ ഡോക്ടർമാരെല്ലാവരും മാറി മാറി പരിശോധിച്ചു. അപ്പോൾ അവിടുത്തെ സീനിയറായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ പുള്ളി എന്നെ പരിശോധിച്ച ശേഷം എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം, ഒരാഴ്ചയിൽ കൂടുതൽ കൊച്ചു ജീവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോക്കോ, അതുകൊണ്ട് പരമാവധി സ്നേഹവും സന്തോഷവും കൊടുത്ത് കൊച്ചിനെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വായിൽ നാവിന് മുകളിൽ കുറുനാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു കുഞ്ഞു സാധനമുണ്ട്. അവിടെ വലിയൊരു ദ്വാരമാണ്, ഒരു പൊത്ത്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഒന്ന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാതിരുന്നത്. അപ്പോൾ കുടിക്കുന്ന എല്ലാ ദ്വാരത്തിൽ കൂടെ മൂക്കിക്കൂടെ വായിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനോ തുന്നിപ്പിടിപ്പിക്കാനുള്ള വലിയ സാങ്കേതിക മികവൊന്നും ആ സമയത്ത് ആയിട്ടില്ലായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ
ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയുടെ നിർബന്ധ നിമിത്തം നമ്മുടെ വിശ്വാസം കൊണ്ടോ എന്തോ അവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അഥവാ ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിന് ജീവൻ തിരിച്ചു കിട്ടിയാലും ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല, സംസാരശേഷി പൂർണ്ണമായിട്ട് കൊച്ചിന് നഷ്ടപ്പെടും, അതുകൊണ്ട് പിന്നെ നിങ്ങളത് കൊടുത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ അപ്പച്ചനമ്മ കൂടുതൽ വിഷമമായി. അവർ അന്ന് ആ ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള ഒരു ദേവാലയമുണ്ട്, ആ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടുത്തെ ഇതുപോലെ പള്ളിയുടെ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു. ആ വാതിലിൽ കൂടെ അകത്ത് കയറി ഇവർ ആൾക്കാരെ കയറി ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് ഇവർ പ്രാർത്ഥിക്കുക. ഇവരൊറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, കൊച്ചിനെ സംസാരിക്കാനുള്ള ശേഷി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവനോടെ കൊച്ചിനെ കിട്ടിയാൽ മതി. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് തിരിച്ച് ആശുപത്രി ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്തോ, ഈശോ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓപ്പറേഷൻ ചെയ്തു. ഒരു 7-8 മണിക്കൂർ നീണ്ടു നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു പോകുന്ന ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങനെ ഈ കുഞ്ഞിനെ എന്നെ അവരുടെ കയ്യിലേക്ക് ഒരു കൊടുക്കുവാണ്. അപ്പോൾ ഒരു എലിക്കുഞ്ഞ് പോലെ ഒരു കുഞ്ഞ് സാധനമാണ് അത്. ഒന്നാമത് ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ, അപ്പം അന്ന് പാല് കുടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിപ്പമില്ല. അപ്പോൾ അതിങ്ങനെ പഞ്ഞിക്കകത്ത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊടുത്തേക്കുവാണ്. ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊച്ചിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ചുമ വരാൻ പാടില്ല, ജലദോഷം വരാൻ പാടില്ല, തുമ്മാൻ പാടില്ല, പനി വരാൻ പാടില്ല, ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ നിലത്ത് താഴെ വെക്കാതെ തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുവാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എനിക്കതിന് ജീവൻ തിരിച്ചു കിട്ടി. അവർക്കത് മാത്രം മതിയായിരുന്നു. ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഇവരെ എന്നെ ചെറുപ്പത്തിൽ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചനും അമ്മയും പാട്ടുകാരായിരുന്നത് കൊണ്ട് തന്നെ പള്ളിയുടെ മുമ്പിലായിരിക്കും അവർ നിൽക്കുക പാട്ട് പാടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അൾത്താരയുടെ ആ സ്റ്റെപ്പിൽ എന്നെ കൊണ്ട് കിടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ട് എന്നെ അവിടെ കൊണ്ട് കിടത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയിലുള്ളവരുടെ വിശ്വാസം, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ദൈവം അവർക്ക് കൊടുത്ത സമ്മാനമാണ് ഞാൻ എപ്പോഴും അവരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോകാനായിട്ട് ഒരു പക്ഷേ എന്നെ പ്രചോദിപ്പിച്ച വലിയൊരു ഘടകം അത് തന്നെയാണ്. കാരണം ഒരിക്കലും കിട്ടുമല്ലെന്ന് പറഞ്ഞ ഒരു കൊച്ച്, വൈദ്യശാസ്ത്രം മുഴുവൻ എഴുതി തള്ളിയൊരു കൊച്ച് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ ഒരു വൈദികനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടെങ്കിൽ, പാട്ട് പാടുന്നുണ്ടെങ്കിൽ, അത് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അത് സയൻസും മെഡിസിനും ഡോക്ടർമാരും എല്ലാം തോറ്റ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദൈവവിളിയിലേക്ക് ഞാൻ വരാനായിട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ഘടകമാണ് തീർച്ചയായിട്ടും. കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, അപ്പച്ചനമ്മ എപ്പോഴും ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പോൾ പറയും, നീ കുരുത്തക്കേട് കാണിക്കരുത്, നിന്നെ ഞങ്ങൾക്ക് ദൈവം തന്നാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഈ പേരിൻ്റെ അർത്ഥം എന്നെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ അവസ്ഥയിലേക്ക് ഞാൻ വന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അന്ന് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ മാതാപിതാക്കൾ അച്ഛനെ ആ ഒരു അൾത്താരയുടെ ആ ഒരു പടിയിൽ കൊണ്ട് കിടത്തിയിരുന്നു. അന്ന് ആ മാതാപിതാക്കൾ കാണിച്ച ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന് ദൈവം നൽകിയ ഒരു പ്രത്യുത്തരമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ ഒരു ലോഹ ഇട്ടുകൊണ്ട് ഒരു വൈദികനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അൾത്താരയുടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു വൈദികനായിട്ട് ദൈവം ഇന്ന് ഉയർത്തിയിരിക്കുകയാണ് യേശുലച്ഛനെ. എന്തായാലും അച്ഛൻ ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ആ മാതാപിതാക്കൾ അന്ന് അനുഭവിച്ച ഒരു ടെൻഷൻ എന്തായിരിക്കും. കാരണം വളരെ അച്ഛന് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിരുന്നുണ്ടായില്ല. പക്ഷെ എങ്കിലും ആ ഒരു കുഞ്ഞുനാളുകളിൽ അച്ഛൻ അനുഭവിച്ച കുറേ വേദനകളും കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഇത്തരത്തിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, പാല് കുടിക്കാൻ പറ്റുന്നില്ല, അച്ഛന് ലഭിക്കേണ്ടതായ കാര്യങ്ങളൊന്നും ആ സമയം കിട്ടുന്നില്ല, ആശുപത്രി, ഓപ്പറേഷൻ ആ സമയത്ത്. പക്ഷെ എങ്കിലും ഇതെല്ലാം പുറമേ നിന്ന് അച്ഛനെപ്പോലെ തന്നെ വേദനയോടെ നോക്കിയിരുന്ന ആ ഒരു മാതാപിതാക്കൾ അവരനുഭവിച്ചു പോയ ആ ഒരു സഹനത്തെക്കാൾ ഉപരി അവരെ മുന്നോട്ട് നയിച്ച ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ നടത്തിക്കോളൂ, ബാക്കി ദൈവം നോക്കിക്കോളും എന്ന് വിളിച്ചു പറയാൻ കാണിച്ച ഒരു ധൈര്യം. എന്തായാലും നമ്മളോടൊപ്പം യേശുലച്ഛൻ്റെ മാതാപിതാക്കളും ഇപ്പോൾ ചേരുകയാണ്. അവരോടും കൂടി ഈ അച്ഛൻ പറഞ്ഞ ഈ ഒരു ജീവിതസാക്ഷ്യം കൂടി ചേർത്ത് വെച്ച് അവരുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. യേശുലച്ഛൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരോടും കൂടി കൂടുതൽ നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം പേര്. എൻ്റെ പേര് ബേബി ആനക്കല്ലിൽ. ഞാൻ സംഗീത അധ്യാപകനായിട്ട് സ്കൂളിൽ ജോലി ചെയ്യായിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷം. എൻ്റെ പേര് സാലിമ. ഞാനും UP സ്കൂളിലെ അധ്യാപികയായിരുന്നു. 3 വർഷമായി റിട്ടയർ ചെയ്തു. സന്തോഷത്തോടെ കഴിയുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പം നിങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ നടുക്ക് അച്ഛൻ ഇരിക്കുന്നു. എന്തായാലും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, ആ ഒരു സമയം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെയായിരുന്നു? ഇപ്പോൾ നേരത്തെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് അച്ഛൻ ഞങ്ങളോട് പങ്കുവച്ചു.
പക്ഷെ അത് എങ്ങനെയായിരുന്നു ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തത് എന്നുള്ളതൊന്ന് പങ്കുവയ്ക്കാം. 32 വർഷം മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ആഗ്രഹിച്ച് മോഹിച്ച് നിന്നൊക്കെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ലഭിച്ചു. ആ കുഞ്ഞ് പുത്തുറമ്പ് തുക്കിലങ്ങാടി ഹോസ്പിറ്റലിലായിരുന്നു. ടെസ്റ്റ് ഡോക്ടറാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ സഹായിച്ച അന്നത്തെ ഡോക്ടർ. കുഞ്ഞുണ്ടായ ഉടൻ തന്നെ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പ്രയാസം കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഈ കുഞ്ഞിന് പ്രശ്നമുണ്ട്, കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയം. എന്നെ മാത്രം വിളിച്ച് പറഞ്ഞ്, അമ്മ റൂമിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണം, കുഞ്ഞ് കൂടിപ്പോൾ ഒരാഴ്ച ജീവിച്ചിരിക്കും, കുഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ അവിടുന്ന് പീഡിയാട്രിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ റോയ് പുള്ളിക്ക് ഡോക്ടറായിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞിന് കുറുനാക്കില്ല, അപ്പോൾ ഒരാഴ്ച കൂടുതൽ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അവിടെ ICU ഡോക്ടർ കിടത്തി നമുക്ക് ഒരാഴ്ച നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലായിരുന്നല്ലോ, ഞാൻ തന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ? അമ്മയോടും ഡോക്ടർ സംസാരിച്ചിരുന്നു, ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്താൽ മതി, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളൊരു കൗൺസിലിംഗ് പോലെ ടെസ്റ്റ് ഡോക്ടർ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ഡോക്ടർ വീട്ടുമാമോദിസ കൊടുത്തിരുന്നു. വീട്ടുമാമോദിസ കൊടുക്കുമ്പോഴാണ് ജോസഫ് എന്ന് പേരിടുന്നത്. ആ പേരാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ളത്, അല്ലാണ്ട് പേരൻസിൻ്റെ പേരല്ല. അപ്പം അതും ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. അപ്പം അങ്ങനെ ഡോക്ടർ ഒരാഴ്ച പറഞ്ഞ അവധി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുഴപ്പം സംഭവിച്ചില്ല. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുക. കുഞ്ഞ് പിന്നെ ഡോക്ടർ പരിശോധന നടത്തിയിട്ട് പറഞ്ഞത് കുഞ്ഞിന് കുറുനാക്കില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ വേണം, പക്ഷേ 10 കിലോ തൂക്കം വേണം. അങ്ങനെ ഞങ്ങൾ ഈ മുലപ്പാൽ കുടിക്കത്തില്ല, എന്ത് കഴിച്ചാലും മൂക്കിൽ കൂടെ പോരും. അങ്ങനെ ഒരു കുറേശ്ശെ ഒന്നിന് തൂക്കം കുറഞ്ഞു വരുവാണ്. ആദ്യം 3 കിലോ ഉണ്ടത്, പിന്നെ 2 കിലോ 1 കിലോ അങ്ങനെ തൂക്കം കുറഞ്ഞ് വന്ന്. അപ്പോൾ അവിടെ വൈഫിൻ്റെ ഇടവേല കടിമേലിലെ വികാരച്ചൻ പറഞ്ഞ് നമുക്ക് മാമോദിസ മുക്കാം. 30 ദിവസം കഴിഞ്ഞ് മാമോദിസ മുക്കി കഴിഞ്ഞപ്പോൾ ഒരു പരിശുദ്ധാത്മാവിന് ഒരു ശക്തി കിട്ടി. കുഞ്ഞ് കുറേശ്ശെ വണ്ണം വെക്കാൻ തുടങ്ങി. അങ്ങനെ 10 കിലോ ആയെന്ന് പറയുമ്പോൾ 1.5 വയസ്സപ്പം 7.5 കിലോ ആയി. ഇപ്പം ഞങ്ങൾ മംഗലാപുരത്ത് യൂണിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറഞ്ഞു 10 കിലോ ആയാൽ ചെയ്യത്തുള്ളൂ, പക്ഷേ നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് വേണമെങ്കിൽ 7.5 വയസ്സായുള്ളൂ, അല്ല 7.5 കിലോ ആയുള്ളൂ. 1.5 വയസ്സായപ്പോൾ 7.5 കിലോ ആയുള്ളൂ, നമുക്ക് ചെയ്യാം. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന. ഇടയിലൊന്നും സംസാരിക്കൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, സംസാരമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു കുറുനാക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നോ? ഇല്ല, അന്ന് ആ ചെറുപ്പം നമുക്ക് അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല. അത് ഭക്ഷണം കഴിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കഴിച്ചാലും വായിക്കൂടെ മുക്കിക്കൂടെയും പോരും. പാൽ ലിക്വിഡായിട്ടല്ലേ കൊടുക്കത്തുള്ളൂ, വായിക്കൂടെ മുക്കിക്കൂടെയും പോരും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു അസൗകര്യമില്ല, ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ കുറേശ്ശെ ശരീരം വണ്ണം വെച്ചിട്ടു. അപ്പം 7.5 കിലോ ആയപ്പോൾ ഞങ്ങൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് ഞങ്ങളവിടെ ഹോസ്പിറ്റലായിരുന്നപ്പോഴും ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ആൾത്താരെ മുമ്പിൽ കൊച്ചിനെ കിടത്തി പള്ളിയിൽ പോകുമ്പോഴൊക്കെ ദേവാലയ ഗാനസുർ ചെയ്യുമ്പോൾ. ഓപ്പറേഷൻ സമയത്ത് എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ കുറച്ച് സീരിയസ് ആയിരുന്നില്ലേ? ഓപ്പറേഷൻ സീരിയസ് ആയിരുന്നു. ഡോക്ടർക്ക് സംശയമായിരുന്നല്ലോ. അപ്പോൾ 4.5 മണിക്കൂർ ഡോക്ടർ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ കൈകളിലാണ് ഉള്ളത്, ഞങ്ങൾ ചെയ്യാം. നമ്മളെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യാം, ബാക്കി ദൈവത്തിൻ്റെ കൈകളിലാണുള്ളത്. അങ്ങനെയാണ് ഡോക്ടർ ചെയ്യുന്നത്. 4.5 മണിക്കൂർ എടുത്തു ഓപ്പറേഷന്. ആ സമയങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ വിശ്വാസപരമായിട്ട് നിങ്ങൾ പിടിച്ചു നിന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ റൂമിലായിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. വികാരന് സമയം കിട്ടുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് അടുത്തുള്ള ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ തന്നെയായിരുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള അബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ ഈ മകനെ ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്നൊരു ഉറച്ച വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ദൈവത്തിൽ ഞങ്ങൾക്ക് അടിയുറച്ച് വിശ്വാസമുണ്ട്. കുഞ്ഞിനെ കിട്ടും, പക്ഷേ സംസാരിക്കാൻ പറ്റുമെന്നൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് ഓപ്പറേഷനിൽ ഡോക്ടർ പറഞ്ഞു അല്പമെങ്കിലും സ്റ്റിച്ച് വിട്ടുപോയാൽ പിന്നെ ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. സംസാരിച്ചാൽ തന്നെ ഒരിക്കലും സംഭാഷണം ക്ലിയർ ആവുകയില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ ജീവനോടെ കിട്ടണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് സംസാരിച്ചില്ലെങ്കിലും കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരാഗ്രഹം. ഈ സ്റ്റിച്ച് എന്തെങ്കിലും 1.5 വയസ്സിലാണല്ലോ സ്റ്റിച്ച് ഇടുന്നത് അല്ലേ? അതെ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഒന്ന് സംസാരിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വർഷം സ്റ്റിച്ച് വിട്ടു പോകാം. സ്റ്റിച്ച് അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതൊരു 12-15 ദിവസത്തോളം കൈയെല്ലാം പുറകയിൽ പിടിച്ച് ചെയ്തിരുന്നത്. 2 കൈയിലും ഇങ്ങനെ ഉറയിട്ട്, ആ കൈ വിരൽ പുറത്തെടുക്കാൻ മേലാത്തിന് 2 കൈയും ഉറയിട്ട്. ഓക്കെ, അറിയാതെ അങ്ങനെ ബോക്സിങ്ങിൻ്റെ മോഡല്. അതെ. പിന്നെ ഓപ്പറേഷൻ ചെയ്ത ഒരാഴ്ച അവർ ഹോസ്പിറ്റലുകാർ തന്നെ നാക്ക് എന്തോ വെച്ചിട്ട് ഈ കവിളുമായിട്ട് ഒട്ടിച്ച് നാക്ക് തട്ടായിരിക്കാൻ വേണ്ടി, സ്റ്റിച്ചിൽ തട്ടായിരിക്കാൻ വേണ്ടി അങ്ങനെയും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 15 ദിവസം ഞങ്ങൾ കുഞ്ഞിനെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. ഈ കൈ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ, കൈ ഇളക്കുന്നുണ്ടോ,
അങ്ങനെയൊക്കെ ഞങ്ങൾ 15 ദിവസം രാത്രി ഉറക്കൊന്നുണ്ടായില്ല. ഞങ്ങൾ മാറി മാറി ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ ഈ സ്റ്റിച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് എന്തെങ്കിലും ആവശ്യം രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണോ അത് സംസാരിക്കാൻ പറ്റാണ്ട് വരുമെന്ന് പറഞ്ഞു. പറ്റാണ്ട് വരുമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന തന്നെയായിരുന്നു ശക്തി കിട്ടുന്നത്. അമ്മച്ചിക്ക് എന്താണ് പറയാൻ? ഒരു 15 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നിലത്ത് വെക്കാൻ, കാല് നിലത്ത് കുത്തില്ലായിരുന്നു. 1.5 വയസ്സായെങ്കിൽ സാധാരണ 1 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമല്ലോ, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമല്ലോ. ഇത് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നിലത്ത് കാല് കുത്തില്ലായിരുന്നു. അപ്പോൾ ഫുൾ ടൈം നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക തന്നെയായിരുന്നു പരിപാടി. ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ട്രിപ്പ് ഇടും അവർ, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിലായിരുന്നപ്പം കുറച്ചൊക്കെ ഇങ്ങനെ സ്പൂണിൽ പാലൊക്കെ ഇങ്ങനെ കോരി കൊടുത്തോണ്ടിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അധികം സ്ട്രെസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു 10-15 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. അതിനുശേഷം വീട്ടിൽ വന്നു. 1 മാസം കഴിയുമ്പം സ്റ്റിച്ച് എടുക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. അവിടെ ഒരു അടയാളം പോലും ഇല്ല. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം. സ്റ്റിച്ചൊന്നും എടുക്കേണ്ടേ വന്നില്ല. ഇല്ലില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഡോക്ടർ സംശയം പറഞ്ഞിരുന്നു, കൊച്ചിന് സംസാരിക്കുമോ എന്നുള്ളൊരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇങ്ങനെ കൊച്ചിനെ നിലത്ത് വെക്കാതെ കൈ വായിലിടാതെ കൈയൊക്കെ ഇങ്ങനെ ബോക്സിങ്ങിൻ്റെ ഇതുപോലെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. അത് ഞങ്ങൾ അതുപോലെ തന്നെ കൊണ്ട് നടന്നു, നിലത്ത് വെക്കാതെ കൊണ്ട് നടന്നു. ഓരോരുത്തർ മാറി മാറി എടുത്തുകൊണ്ട് നടന്നു. കരയാൻ പാടില്ല, ചുമയ്ക്കാൻ പാടില്ല, കോൾഡ് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ആകും, പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ തണുപ്പടിക്കാതെ ഒന്നും ചെയ്യാതെ ഞങ്ങൾ സൂക്ഷിച്ചു. 1 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഞങ്ങളെ അഭിനന്ദിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ തിരിച്ചു വന്നു. പിന്നെ പതുക്കെ ഭക്ഷണമൊക്കെ പിന്നീട് സംസാരിക്കുമെന്നൊരു ചിന്തയുണ്ടായി അല്ലേ? പിന്നെ അതും ഡോക്ടർ ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ചെറിയൊരു ഒച്ച ഇങ്ങനെ വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് കാലൊക്കെ നിലത്ത് കുത്താൻ തുടങ്ങിയത്. ഭക്ഷണമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് കുത്താൻ തുടങ്ങി, മെല്ലെ പിച്ച നടക്കാൻ തുടങ്ങി, അമ്മയെ അപ്പച്ച എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായത്, സംസാരിക്കുമല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ റേഡിയോയിലൊക്കെ പാട്ടൊക്കെ കേൾക്കും. അന്ന് മൊബൈലോ TV-യോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. റേഡിയോയിലൊക്കെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. തൊട്ടിയിലൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ പാടുമായിരിക്കും. ഞങ്ങൾ രണ്ടും പാട്ടൊക്കെ പാടുന്ന ആയതുകൊണ്ട് കൊച്ചു ചിലപ്പോൾ പാട്ടൊക്കെ പാടുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു, മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കൊച്ച് പാടുമോ എന്ന്. എന്തായാലും അത് കഴിഞ്ഞ് എല്ലാം സംസാരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, കുഴപ്പമില്ലാതായി. പിന്നെ നഴ്സറിയിലൊക്കെ പോയി. അപ്പോൾ പിന്നെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ചെറുപ്പത്തിൽ ഇപ്പോൾ അച്ഛനൊന്ന് ഇങ്ങനെ കൈയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ചെയ്യുന്നവരെ ബോക്സിങ് ചെയ്യുന്നവരെ പോലെ കെട്ടിയൊക്കെ വെച്ചിരുന്നു അല്ലേ? അപ്പം ഈ നാക്ക കൊട്ടി സമയത്തൊക്കെ ശരിക്കും അസ്വസ്ഥത ഫീൽ ചെയ്യേണ്ടതല്ലേ? അറിയത്തില്ലല്ലോ, ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് ഒന്നും അറിയത്തില്ല. കാണുന്നവർക്ക് വിഷമമായിരുന്നു അല്ലേ? ഓക്കെ. അന്ന് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾ വർഷങ്ങളായിട്ട് അല്ലേ, ഇപ്പൊ 50 വർഷമായി തോന്നുന്നുണ്ട് ഈ ഒരു ഗാന ശുശ്രൂഷയിൽ രണ്ടുപേരും നിൽക്കാൻ തുടങ്ങിയിട്ട് 50 വർഷത്തോളം. അന്നും ഇതുപോലെ ദൈവത്തിന് വേണ്ടി പാട്ട് പാടാനും കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ദൈവത്തിന് വേണ്ടി ഇത്ര അടുത്ത് നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇത്ര മാത്രം ശുശ്രൂഷകൾ ചെയ്ത് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മകനെ നൽകി, ആ മകനെ ഇത്തരത്തിലൊരു സഹനത്തിലൂടെ ഞങ്ങളെ കടത്തി വിട്ടി എന്ന് ചിന്ത അന്ത് തോന്നിയിരുന്നു ദൈവത്തോട്? മറ്റുള്ളവരിങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ ഇത്രയും കാലം ദൈവത്തിന് വേണ്ടി തന്നെ ശുശ്രൂഷ ചെയ്തു, എന്നും ദൈവത്തിന് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇങ്ങനെയൊരു കുഞ്ഞുണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് മറ്റുള്ളവർ പറയും. പക്ഷേ നമുക്കങ്ങനെ ഒരു ചിന്ത തോന്നിയില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണല്ലോ കൂടുതൽ സഹനങ്ങൾ കൊടുക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്നുള്ള ആ വചനം ഞങ്ങൾക്ക് അടിയുറച്ച് വിശ്വാസമായിരുന്നു. അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ സഹനങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അത് ഞങ്ങളെ കൂടുതൽ വിശദീകരിക്കാനാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു. പിന്നെ മോന് 4 വയസ്സായപ്പം നഴ്സറിയിൽ വിട്ടു. അപ്പോഴത്തേക്കും അടുത്ത ഒരു മോളും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായി. മോളുടെ പേര് ഏഞ്ചൽ എന്നാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. അവിടെ വീടിനടുത്ത് 1 മണിക്കൂർ ദൂരം യാത്രയുള്ളൂ. മനു എന്നാണ് മോൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. മോൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോള് 1 മാസമായിട്ട് മോളും അങ്ങോട്ട് പോയി. അങ്ങനെ സന്തോഷമായിട്ട് അവരവിടെ കഴിയുന്നു. തീർച്ചയായിട്ടും ആ ഒരു സഹനങ്ങളെല്ലാം ദൈവം നേരത്തെ ചേച്ചി പറഞ്ഞ ഒരു വചനം പോലെ തന്നെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട്
പരിണമിച്ചു അല്ലേ? തീർച്ചയായിട്ടും. ഒപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ആ സമയത്തെല്ലാം വളരെ കുഞ്ഞതായിരുന്നു ആ സമയത്ത്. ഇതുപോലെ അൾത്താരയുടെ പടിയിൽ ഇങ്ങനെ കിടത്തിയിരുന്നു നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ, അങ്ങനെ കിടത്തി വളർത്തിയതാണെന്ന് പറഞ്ഞു. ഇപ്പോഴൊരു വൈദികനായി എന്താണ് അത്രമാത്രം ആ ഒരു വിശ്വാസത്തിലേക്ക് അൾത്താരയുടെ പടിയിൽ കിടത്തി ഇവനെ വളർത്തണം എന്നൊരു ചിന്ത അതെങ്ങനെയാണ് വന്നത് നിങ്ങൾ രണ്ടുപേരിൽ? ദൈവമാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ദൈവത്തിനങ്ങ് സമർപ്പിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു, പള്ളിയിൽ നിന്നും കൊണ്ടുപോകും. ഞങ്ങൾ പാട്ട് പാടാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, ഞങ്ങളേതായാലും അൾത്താരയുടെ അടുത്താണല്ലോ നിൽക്കുക, അപ്പോൾ അവിടെ തന്നെ കുഞ്ഞിനെ കിടത്തി ഇങ്ങനെ നോക്കിയിരിക്കും. വേറെ ശല്യമൊന്നുമില്ല, ഒച്ചവെക്കലോ കരയിലോ ഒന്നുമില്ല. കുർബാന കഴിയുന്നത് വരെ നിശബ്ദമായതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും, അത്രയായിരുന്നു. അല്ല മടിയിലിരുത്തിയാൽ പോലും ഒരു പ്രശ്നം ഇല്ലാണ്ട് തന്നെ അവിടെ ഇരുന്ന് കുർബാനയെല്ലാം ആസ്വദിച്ച് ഓടുന്ന കൊച്ചായിരുന്നു. പിന്നെ ചെറുപ്പത്തിലാണേലും വലിയ വികൃതികളൊന്നുമില്ല, എല്ലാം പറയുന്നത് പോലെ കേട്ട് അനുസരിച്ചൊക്കെ വളർന്ന കുട്ടിയാണ്. അന്ന് ചിന്തിച്ചിരുന്നോ എൻ്റെ മകൻ ഒരു വൈദികനാകും എന്നൊരു രീതിയിലേക്ക്? ഇല്ല, വൈദികനാകും എന്നൊന്നും ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഓർഡിനേഷനൊക്കെ പാട്ട് പാടാനൊക്കെ പോകുമായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ അഭിഷേകം നടക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളല്ലേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു മോനുള്ള ആളെ സെമിനാരിൽ എടുക്കുകയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 4ാം ക്ലാസ്സിലൊക്കെ മോൻ പഠിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കുമായിരുന്നു, അമ്മേ ഞാൻ അച്ഛനാകാൻ പൊക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇപ്പോൾ എടുക്കില്ലല്ലോ, 10ാം ക്ലാസ് കഴിയണമല്ലോ, 10ാം ക്ലാസ് കഴിയട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം, അങ്ങനെ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ കൊച്ചിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അനുവദിച്ചു തന്നത്. പിന്നെ മോൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ദൈവം എനിക്ക് തന്നതാണല്ലോ, എന്നെ തന്നതാണല്ലോ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോകാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ കുടുംബമായിട്ട് ഇപ്പം 3 പേരും അച്ഛൻ വൈദികനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഗായക സംഘമായിട്ട് ആൾത്താരയിൽ വിശുദ്ധ കുർബാനയ്ക്ക് തന്നെ ശുശ്രൂഷ ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമായി ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പാടുന്ന ഒരു പാട്ട് കേൾക്കാനൊരാഗ്രഹം. ഇന്നിപ്പോൾ ഒന്ന് പാടാമോ? വരികയെന്നേശുവേ വാഴുകെന്നുള്ളത്തിൽ നീ, വെണ്മയേഴും തിരുഭോജ്യമേ വാനിൻ്റെ സമ്മാനമേ. വരികയെന്നേശുവേ വാഴുകെന്നുള്ളത്തിൽ നീ, വെണ്മയേഴും തിരുഭോജ്യമേ വാനിൻ്റെ സമ്മാനമേ. കൈവെള്ളയിൽ ഓസ്തിയായി വന്നിടുകൻ ദൈവമേ, ആരാധനാസ്തുതി പാടാം അകതാരിൽ നീ അണിയുമ്പോൾ. കൈവെള്ളയിൽ ഓസ്തിയായി വന്നിടുകൻ ദൈവമേ, ആരാധനാസ്തുതി പാടാം അകതാരിൽ നീ അണയുമ്പോൾ. വളരെ മനോഹരമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം ഇപ്പോൾ അച്ഛനും ഒപ്പം പാരൻസ് ഒരുമിച്ച് പാടുന്നത് ഇത് വളരെ എനിക്ക് തോന്നുന്നു വളരെ വിരളമായി നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു നിമിഷം. എന്തായാലും മറ്റൊരു മഹനീയ മുഹൂർത്തം കൂടി ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകുകയാണ്. മകൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ ഗാനം ആലപിച്ചുകൊണ്ട് കൂടെ ചേരുന്നു. ഈ ഒരു ദൈവീകമായ ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം. തിരുനാളിൽ കർത്താവരുടെ കൽപ്പന പോലും തിരുനാമത്തിൽ ചേർന്നിടാം
ഒരു മണിയുടെ ബലി അർപ്പിക്കാം. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങൾ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അമ്മയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എനിക്ക് തോന്നുന്നു ജനിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഡോക്ടർമാരടക്കം വിധി എഴുതി. അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി, നമ്മൾ കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര അത്ഭുതകരമായി ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നീട് അച്ഛൻ തൻ്റെ പഠനങ്ങളൊക്കെ സാധാരണ പോലെ പോകുന്നു, കുഴപ്പമില്ല. പക്ഷെ പിന്നീടും ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, ഇതുവരെ അത്ഭുതകരമായി കൊണ്ടുവന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് പറയാൻ കാരണം, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുർബാനയെല്ലാം കഴിഞ്ഞ് ഒരു 5-ലൊക്കെ എത്തുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നൊരു സമയമായിരുന്നു. കാരണം അന്ന് 4ാം ക്ലാസ്സിൽ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാട്ടൊക്കെ പാടി, എനിക്ക് സമ്മാനമൊക്കെ കിട്ടി. അതിന് ട്രോഫി അന്ന് അസംബ്ലിക്കാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ സന്തോഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓട്ടോയ്ക്ക് പോവുകയാണ്. സാധാരണ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ കൂടെയാണ് പോകാറ്. അപ്പോൾ അന്ന് അവിടെ എന്തൊരു പ്രോഗ്രാമിന് പോയതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഓട്ടോയ്ക്ക് പോവാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് പോയി സ്കൂൾ എത്താറാകുന്നതിന് മുമ്പ് ഒരു കയറ്റമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷയുണ്ട്. അത് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുന്നൊരു ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ആ ഓട്ടോയും ഞങ്ങളുടെ ഓട്ടോയും ഒപ്പം എത്തിയപ്പോഴാണ് കയറ്റത്തിൽ ഇതിൽ നിന്ന് നേരെ ഒരു KSRTC ബസ് സ്പീഡിൽ വരുവാണ്. അപ്പോൾ ഈ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെങ്ങൾ അതിനു മുമ്പ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഞാൻ ഓട്ടോറിക്ഷ സൈഡിലിരിക്കുന്നു. ഇങ്ങോട്ട് വെട്ടിച്ചാൽ ഈ ഓട്ടോയ്ക്ക് തട്ടുമല്ലോ, നേരെ പോയ ബസ്സുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വലത്തേക്ക് പെട്ടെന്ന് വെട്ടിക്കുകയും ഞാൻ നേരെ തെറിച്ച് ബസ്സിൻ്റെ മുമ്പിലേക്ക് വീണു. KSRTC ബസ്സിൻ്റെ 2 ടയറിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീണ് കിടക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ അപ്പുറത്ത് പോയി മറിഞ്ഞു വീണു. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ കണ്ണൊന്ന് ഓർക്കുമ്പോൾ ബസ്സിൻ്റെ അടിഭാഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉടനെ ആൾക്കാരൊക്കെ ഓടി വന്നു, എന്നെ എഴുന്നേൽപ്പിച്ചു, എന്നെ പൊക്കിയെടുത്തുകൊണ്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ ബസ് ഒന്നും പറ്റിയില്ല. ബസ് മുട്ടിയിട്ടില്ല. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, കാലിലും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് പേടിച്ച് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മൂക്കിന് ചെറിയൊരു പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ, ചെറുതായിട്ട് താരെ കുറച്ച് തൊലി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ആശുപത്രി വരുവാണ്. അപ്പോൾ ആശുപത്രി വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും ഇവർ സംസാരിക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമാണ്. അതാണ് എനിക്ക് കൂടുതലൊരു ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട് തോന്നിയത്. അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഈ ബസ് ഓടിക്കുന്നതാണ്, ഇന്നേ വരെ ഞങ്ങൾ ഒറ്റ ചവിട്ടിന് ഈ ബസ് നിന്നിട്ടില്ല. KSRTC ആണല്ലോ, തീർച്ചയായിട്ടും അത് ഒത്തിരി പഴക്കമുള്ളൊരു ബസ്സും കൂടിയാണ്. അപ്പോൾ അവരൊത്തിരി ഗവൺമെൻറ്റിനോടൊക്കെ പറഞ്ഞാണ് ഈ ബസ് നന്നാക്കണം, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സ്പീഡിൽ വന്നൊരു ബസ് ഇറക്കത്തേൽ ഒറ്റ ചവിട്ടിന് നിന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ വിചാരിച്ചു എന്തോ സംഭവിച്ചു, കൊച്ചിൻ്റെ കാറ്റ് തീർന്നു എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അവർ സമാധാനം പറയാൻ വേണ്ടി വന്നതാണ് ആശുപത്രിയിൽ. എന്നാലാണ് എനിക്കൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ ഞാൻ തോന്നുകയാണ്. കാരണം അന്ന് യാതൊരുപാട് കഴിഞ്ഞ സമയത്ത് തന്നെ യാതൊരുപാനിക്ക് പഠിപ്പിച്ച എൻ്റെ സിസ്റ്റർ
ഞാനോട് എല്ലാവരോടും പറഞ്ഞിരുന്നു പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അന്ന് സിസ്റ്റർ എനിക്കൊരു കൊന്ത തന്നിരുന്നു. ആ കൊന്ത എന്ന് ഓട്ടോയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് സിസ്റ്റർ പറഞ്ഞുകൊണ്ടാണോ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണോ എനിക്ക് അറിയത്തില്ല. അന്ന് ഏതായാലും കൊന്ത എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കീശാലും അല്ല, കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ലഭിച്ചതായിട്ടാണ് ഇന്ന് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ജീവിതത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോ എന്നെ അന്ന് കാത്തതാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഒരു രണ്ടാമത്തെ ഒരു തിരിച്ചുവരവായിരുന്നു, തീർച്ചയായിട്ടും ജീവിതത്തിലേക്കുള്ള അതെ ഒരു തിരിച്ചുവരവായിരുന്നു. അച്ഛൻ്റെ ഈ ഒരു സ്കൂൾ കാലഘട്ടം എല്ലാം പിന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണല്ലോ അച്ഛൻ സെമിനാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അസുഖത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അച്ഛന് പിന്നീട് ലൈഫിൽ ഉണ്ടായിരുന്നോ? സ്കൂൾ കാലഘട്ടത്തിലായാലും? സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഈ വായിൽ പല്ലുകൾ എനിക്ക് വളരെ കുറവായിരുന്നു. കാരണം മോണയ്ക്ക് തീരെ വലിപ്പം കുറവായിരുന്നു. അതുകൊണ്ട് പല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നത്. മനുഷ്യന് 32 പല്ലുണ്ടെന്നാണ് പറയുന്നത്. 32 പോയിട്ട് ഒരു 15 പല്ല് പോലും വരാനുള്ള സ്ഥലം എൻ്റെ വായിക്കില്ല. പക്ഷെ പല്ലൊക്കെ വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പല്ല് കമ്പിയുടെ ട്രീറ്റ്മെൻറ്റ് 10ാം ക്ലാസ് ഒരു 6 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടല്ല, എന്നെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരിയാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ് ഊക്കും ട്രോളെന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഒരുപാട് ഇങ്ങനെ കളിയാക്കലും പരിഹാസങ്ങളും. പിന്നെ ഞാൻ പൊതുവെ നമ്മൾ കുഞ്ഞതാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെമിനാരി ചെന്നാൽ പിന്നെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസാരത്തിന് ബുദ്ധിമുട്ട് അത് സെമിനാരിയിലേക്കുള്ള പ്രവേശനത്തിന് ബുദ്ധിമുട്ടായിരുന്നു? പ്രവേശനത്തിന് അത് ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല. കാരണം എപ്പോഴും തിരിയാത്ത അവസ്ഥയല്ല, ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ തിരിയുകയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും ഒറ്റ മോനായിട്ട് കൂടെ എന്നെ സെമിനാരിൽ എടുത്തു. തീർച്ചയായിട്ടും അതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ സെമിനാരി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് ആദ്യത്തെ കുറച്ച് കാലം നമുക്ക് സംശയം ഇത് തന്നെയാണ് എൻ്റെ വിളി, ഞാൻ എൻ്റെ അപ്പച്ചനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം പോകുന്നതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലും അത് കുറച്ചും കൂടെ ഉറപ്പായ 1-2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ പറയാം, എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മയും പാട്ടുകാരാണ്, അവർ മ്യൂസിക് ടീച്ചേഴ്സാണ്. അവർ 50 വർഷമായി പള്ളിയിൽ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പാരമ്പര്യമായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. ഞാനായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഇന്നേ വരെ ഞാൻ പഠിച്ചിട്ടില്ല, ഇതുവരെ പാട്ട് പഠിച്ചിട്ടില്ല. കീബോർഡും ഇപ്പം ഞാൻ അത്യാവശ്യമൊക്കെ വായിക്കാറുണ്ട്, കീബോർഡും ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ സെമിനാരിയിൽ ചെന്ന് അച്ഛനാവാൻ വേണ്ടി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് കഴിവൊക്കെ ദൈവം തന്നത്. ഇന്ന് ഞാൻ കീബോർഡ് ഞാൻ ഏത് പാട്ടും എങ്ങനെയാണ് ഞാൻ വായിക്കും, പട്ടത്തിന് വായിക്കാൻ പോകാറുണ്ട്, കല്യാണത്തിന് പോകാറുണ്ട്, മറ്റു പരിപാടികൾക്ക് ഞാൻ കീബോർഡ് വായിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഞാനത് പഠിച്ചിട്ടില്ല. അതിൻ്റെ ABCD ഇപ്പോൾ ഒരു കുഞ്ഞ് കൊച്ചപ്പോൾ സ്കൂളിൽ ഈ കീബോർഡൊക്കെ പഠിക്കുന്ന പിള്ളേർ വന്ന് എന്നോട് ഇന്ന കാര്യം ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഏത് പാട്ടും ഞാൻ വായിക്കും. അപ്പോൾ അതെനിക്ക് സെമിനാരിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൈവം തന്നൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. അത് ആര് പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാതെ ഇതെല്ലാം ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജീവിതത്തിലൂടെ ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം എനിക്ക് തന്നൊരു കഴിവാണിത്. ഞാനിപ്പോൾ അത്യാവശ്യം പടം വരയ്ക്കും, കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കും, പാട്ടും പാടുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് അങ്ങനെ ലഭിച്ച കഴിവുകളായിട്ട് ഞാൻ കാണുന്നത്. ഇതൊന്നും എൻ്റെ കഴിവല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുവാനായിരിക്കും. അതെനിക്ക് ഇപ്പോഴെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇത് വന്നതുകൊണ്ട് ദൈവം എനിക്ക് തന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുക. ഈ സെമിനാരി കാലഘട്ടത്തിൽ ഏതെങ്കിലും ദൈവം ഇതുപോലെ തൊട്ട അനുഭവങ്ങൾ എന്തെങ്കിലും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സെമിനാരി കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന പരിപാലിക്കുന്ന അവസ്ഥകൾ. കാരണം ഞാൻ അച്ഛനാകുന്നതിനൊരു 2-3 വർഷം മുമ്പ് എനിക്കൊരു താടിയിൽ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നു. അത് ഈ ചെറുപ്പത്തിനുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി 1 വർഷം ഞാൻ ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സെമിനാരിന്ന് പോകുന്നു, ഇനി അച്ഛനാവാനായിട്ട് പോവുകയല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. വീട്ടുകാരാണെങ്കിൽ പോലും ഞാൻ പോകുന്ന രീതിയിലൊക്കെ അവരും ചിന്തിക്കാനൊക്കെ തുടങ്ങി. അവരെനിക്ക് വേണ്ടി ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ എൻ്റെ പാപ്പനെ അച്ഛനുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഒരു പക്ഷേ ദൈവം ഇങ്ങനെ ക്രമീകരിച്ചതായിരിക്കും, വീട്ടിൽ അപ്പനും അമ്മയും തന്നെയല്ലോ, അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ ക്രമീകരിച്ചതായിരിക്കും. അതുകൊണ്ട് നീ ഇനിയിപ്പം സെമിനാരിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട, ഞാൻ നിനക്ക് ക്രൈസ്റ്റിൽ, അന്ന് ഈ ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു, ക്രൈസ്റ്റിൽ സീറ്റ് മേടിച്ച് തരാം, MBA ഒക്കെ പഠിക്കാൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ അവരെ ക്രമീകരിക്കുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ അന്നും മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്റ്റീലിടാൻ വേണ്ടി അല്ലേ? നമ്മൾ താടിയിൽ നീട്ടം കുറവായിരുന്നു. അപ്പൊ അതിന്റെ ഈ പണ്ടുണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഇപ്പോഴും സ്റ്റീലിന്റെ പ്ലേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് പെർമനന്റ് ആയിട്ട് അങ്ങനെ ഇടേണ്ട സമയം അത്രയും വർഷം കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ. അതങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ലേ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അച്ഛാ, പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ ഈ ഒരു സെമിനാരി ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു സെമിനാരി ലൈഫിലുണ്ടായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, സെമിനാരി ജീവിതം എന്ന് പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതമാണല്ലോ.
തീർച്ചയായിട്ടും ഈ 12 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാ തരത്തിലും പെർഫെക്റ്റാക്കി വാർത്തെടുക്കുന്നൊരു ജീവിതമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, സംസാരിക്കേണ്ട ബുദ്ധിമുട്ടല്ല, പക്ഷേ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തിരിയാത്തൊരവസ്ഥകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ രീതി കൊണ്ടാവാം, പല കാര്യങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അതിലൊത്തിരിയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും കളിയാക്കലുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അച്ഛനാകുന്നതിന് 2 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ എൻ്റെ താടിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ 1 വർഷത്തേക്ക് ഞാൻ സെമിനാരിൽ നിന്ന് ബ്രേക്കും എടുത്തു. അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ബ്രേക്ക് എടുത്തത്. അല്ലാത്തവരെ സംബന്ധിച്ച് ഏഷ്യയിലെ സെമിനാരിൽ നിന്ന് പോയി എന്നൊരു ചിന്തയാണ്, ഒരു വാർത്തയായിരുന്നു പൊതുവെ എല്ലാവരും പറഞ്ഞത്. പിന്നെ നമുക്ക് എല്ലാവരോടും ഡീറ്റെയിലായിട്ട് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, നിർബന്ധമല്ലായിരുന്നു, പക്ഷേ അത് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ചെയ്യണമായിരുന്നു എന്നവർ പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എൻ്റെ താടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പോയി എന്നുള്ള ചിന്തയിലേക്ക് വന്നു. പലരും ഇപ്പോൾ വീട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്നാൽ പിന്നെ പോയെങ്കിൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്കെന്നാൽ പിന്നെ ഈ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പഠനം, അതിനിപ്പോൾ MBA പഠിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ ക്രൈസ്റ്റിൽ ബാംഗ്ലൂർ സീറ്റ് വരെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടായിരുന്നു, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അശേഷം പോലും എനിക്ക് മാറി പോകണമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സാവധാനം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെമിനാരിലേക്ക്, എൻ്റെ തൊട്ട് ജൂനിയർ ബാച്ചിൻ്റെ കൂടെയാണ് ഞാൻ വീണ്ടും പോയി ഞാൻ ജോയിൻ ചെയ്തത്. അതായത് സെമിനാരിൽ വീണ്ടും പോയി ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ആൾക്കാരുടെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു. ഒരുപക്ഷെ കുറെ കൂടെ ഈ ജീവിതത്തിൽ ഒന്ന് സ്ഥിരപ്പെടാനായിട്ട് എനിക്ക് ആ ഒരു വർഷം ഇടയായിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ ഒട്ടും ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും ഞാൻ പോകും, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്നുള്ളത് ഉറപ്പായിരുന്നു. വളരെ അത്യാവശ്യമുള്ള ഒരു ആ സമയം, ആ ഒരു സർജറി ആ സമയത്ത് തന്നെ നടത്തണമെന്നായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞു, ചെയ്യുവാണെങ്കിൽ ഈ സമയത്ത് ചെയ്താലേ പറ്റത്തുള്ളൂ, അത് പിന്നെ ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുന്നവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തത്. അപ്പോൾ നമ്മൾ സെമിനാരിയിൽ റെക്ടറേഷനോടൊക്കെ അവരൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നോ ഇനി ഐശ്വര്യ പോയാൽ തിരിച്ചു വരുമോ എന്നുള്ളത്? ഇല്ല, അങ്ങനെ സംശയങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അച്ഛൻ കുടുംബപരമായിട്ട് തന്നെ ഒരു സംഗീതം ഒരു ദൈവത്തിൻ്റെ ഒരു വരമായി ലഭിച്ചുകൊണ്ട് തന്നെ ആ ഒരു സംഗീത ശുശ്രൂഷയിലൂടെ തന്നെ ഇപ്പോൾ അച്ഛൻ വൈദിക അല്ലേ എല്ലാ മേഖലകളിലും പാടാനും കൊയറും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അച്ഛൻ ധ്യാന ശുശ്രൂഷയും അച്ഛൻ്റെ മേഖലയായിട്ട് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ, പ്രത്യേകിച്ച് കൂടുതൽ ഈ ഇടവക വൈദികർ അധികം അങ്ങനെ അങ്ങോട്ട് ധ്യാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പോകാറില്ല, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മേഖല തിരഞ്ഞെടുത്തതിന് വേണ്ടി? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഈ ധ്യാന ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയാണ്. എനിക്കൊന്ന് ഞാനത് പ്രത്യേകിച്ച് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ ധ്യാനിക്കാൻ വേണ്ടി പോയിരുന്നു. അന്നേരം പനിക്കലച്ഛനെ കാണാനും അച്ഛനോട് സംസാരിക്കാനും ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ എല്ലാവരും കിട്ടുന്നതല്ല എനിക്ക് തോന്നുന്നു, കാരണം ഒത്തിരി തിരക്കുള്ള സമയമായിരുന്നു. പക്ഷെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയൊരു ഈ ധ്യാന ശുശ്രൂഷയ്ക്കുള്ള വലിയൊരു അഭിഷേകമുണ്ട്, രോഗശാന്തിക്കുള്ള വലിയ കൃപ അച്ഛനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം പനിക്കലച്ഛനെ പോലെ ഒരാൾ അച്ഛൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എനിക്ക് ധ്യാനിപ്പിക്കാനൊരു അവസരം ആര് വിളിച്ചാലും ഞാൻ പോകുമായിരുന്നു. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. തലശ്ശേരി രൂപതയിൽ നമ്മുടെ ചാൻസലർ ഒരു ബിജു മുട്ടത്തൂന്നരച്ഛനുണ്ട്, അച്ഛൻ്റെ കൂടെയാണ് ഞാൻ ടീമിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ടോക്ക് എടുക്കാറുണ്ട്, ഒപ്പം ഗാന ശുശ്രൂഷയുണ്ട്. മാത്രമല്ല പട്ടങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ ആണെങ്കിലും കൊയർ പാടാനൊക്കെ ഞാൻ പോകാറുണ്ട്. തീർച്ചയായിട്ടും അവസരം എനിക്ക് ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താറില്ല, കാരണം ദൈവം തന്നിരിക്കുന്ന കഴിവാണ്. പ്രത്യേകിച്ച് ഈ ഒരു സെമിനാരിയിലേക്ക് പ്രവേശത്തിന് ശേഷമാണ് ഈ ഒരു കഴിവ് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി പാടുന്ന ഒരു അവസരം പോയി ഞാൻ കളയുകയില്ല, ഇനി ഒഴിവാക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാനതിൽ മുഴുകിയിരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും പനക്കലച്ഛൻ്റെ ആ വാക്കുകൾ പൊന്നാട്ടെ, കാരണം ദൈവം വലിയൊരു രോഗശാന്തി അച്ഛൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രോഗശാന്തി മറ്റുള്ളവർക്കും ഒപ്പം സുവിശേഷ വചന പ്രഘോഷണത്തിലൂടെയും ധ്യാനത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്കൊക്കെ ആശ്വാസത്തിൻ്റെയൊക്കെ ഒരു ഇതുമായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ അച്ഛൻ ഈ ഒരു വൈദിക ജീവിതത്തിലൂടെ അച്ഛൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ അച്ഛൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഏത് കാര്യത്തിലാണ്? തീർച്ചയായിട്ടും ഒരു വൈദികനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കളോടാണ്, യുവജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം
ഈ ലോകത്തിൽ എല്ലാ ജീവിതത്തിനും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്, സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമുണ്ട്, പ്രയാസങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ ഒരു 10ാം ക്ലാസ് ഒന്നും അറിയത്തില്ലാത്തൊരു സമയത്താണ് ഞാൻ സെമിനാരിൽ പോയത്. ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ എത്രയോ 100 മടങ്ങ് സന്തോഷം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെയോ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളോ ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോയാലും അതിന് 100 ഇരട്ടി നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമൊക്കെ ഞാൻ വായിച്ചപ്പം ചുമ്മാ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന എന്തൊരു സെൻറ്റൻസ് എന്നാൽ മാത്രം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അച്ഛനായിട്ടൊരു 5 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ് ഈ ഒരു ജീവിതത്തിലൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അടുത്തില്ലെങ്കിലും എന്തുമാത്രം അപ്പന്മാരും അമ്മമാരും എന്നോടൊപ്പം ഉണ്ട്, എന്തുമാത്രം സഹോദരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട്, ഈ ഒരു ജീവിതം എനിക്ക് തിരഞ്ഞെടുത്തതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പൗരോഹിത്യ ജീവിതം ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെയാണ് ഇങ്ങനെ വഴി നടത്തുന്നത്. നമ്മളെ ഒരു കയ്യിൽ നമ്മുടെ അപ്പൂപ്പൻ താടി നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് പോലെ ദൈവം നമ്മളെ കൊണ്ടു നടക്കുക. എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, അല്ലേ? പ്രത്യേകിച്ച് ഞാനൊക്കെ 32 വയസ്സുള്ള ഒരു വ്യക്തി തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ വഴി കൊടുക്കാതെ ദൈവം ഇങ്ങനെ നമ്മളെ കൊണ്ട് നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം ഒരു വൈദികനായിട്ട് ജീവിക്കും. ഇനിയിപ്പോൾ എത്ര ജന്മങ്ങൾ എനിക്കിനി ദൈവം തന്നാലും, നമുക്ക് നമ്മുടെ വിശ്വാസം ഒരു ജന്മമേ ഉള്ളൂ, എങ്കിൽ പോലും ഞാൻ പറയുവാണ്, എത്ര ജന്മം എനിക്ക് തന്നാലും ആ ജന്മത്തിലെല്ലാം ഒരു വൈദികനാവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും എനിക്ക് ആഗ്രഹിക്കാനും ഇല്ല. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഫാദർ ഏഷാലിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇന്ന് ചോസങ്ങളിൽ ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഏഷാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് തന്നെയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അത് ജന്മം കൊണ്ട ആ സമയം മുതൽ ദൈവം, ഞാൻ ആരംഭത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ച ഒരു വ്യക്തി ആണ് അച്ഛൻ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ ഒരു ജീവിതാനുഭവങ്ങളും അച്ഛൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ആ ഒരു തൊടലുകളും ദൈവം തൊട്ട അനുഭവങ്ങളും ഇതെല്ലാം ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഒപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്കും. തീർച്ചയായിട്ടും ഇനിയും അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് പേർക്ക് അച്ഛൻ്റെ ജീവിതം തന്നെ വലിയൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവിട്ടതിനും അച്ഛൻ്റെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.